മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് 70.41%. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തേക്കാൾ കുറവാണിത്. കണക്ക് കൂട്ടിയ പോളിംഗ് ഉണ്ടായില്ലെങ്കിലും ഇരു മുന്നണികളും പ്രതീക്ഷയിലാണ്. ഈ മാസം 17-നാണ് വോട്ടെണ്ണുക. ഇപ്പോൾ സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാലിഹ്, ഭേദപ്പെട്ട പോളിംഗ് ആണ് 70.41%. പക്ഷേ കഴിഞ്ഞ തവണത്തേത് 71.21%. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കുറവാണ് ഇപ്പോഴത്തേത്. ഇതെങ്ങനെ ഉണ്ടായി? മറ്റു വിശദാംശങ്ങൾ കൂടി. അജിംഷാദ്, 2014 സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 71.21 ആയിരുന്നു. അത് കുറഞ്ഞിരിക്കുന്നു, 70.41 കുറഞ്ഞിരിക്കുന്നു. മുന്നണികൾ ഇരു മുന്നണികളും കണക്ക് കൂട്ടിയ ഒരു പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടായില്ല. എങ്കിലും ഇരു മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളുമുണ്ട്. അസംബ്ലി മണ്ഡലങ്ങൾ വേർതിരിച്ചുള്ള പോളിംഗ് ശതമാനം കൊണ്ടോട്ടി 73.75, മഞ്ചേരി 71.86, പെരിന്തൽമണ്ണ 70.56, മങ്കട 68.58, മലപ്പുറം 69.7, വേങ്ങര 67.7, വള്ളിക്കുന്ന് 71.33 എന്നിങ്ങനെയാണ്. ഇടതുപക്ഷത്തിന് വളരെ സ്വാധീനമുള്ള പെരിന്തൽമണ്ണ, മങ്കട, മഞ്ചേരി മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. ഇത് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം മണ്ഡലത്തിലും പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന വേങ്ങരയിലും പോളിംഗ് ശതമാനം താരതമ്യേന കുറഞ്ഞിരിക്കുന്നു. ഇത് UDF-ന് ആശങ്കയുണ്ടാക്കുന്നതാണ്. പക്ഷേ വള്ളിക്കുന്ന്, കൊണ്ടോട്ടി മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് തന്നെയുണ്ട്. ഈ പോളിംഗ് ശതമാനത്തിലാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങളായിരുന്നു, അതുപോലെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലവും എല്ലാമായിരുന്നു മുന്നണികൾ മണ്ഡലത്തിൽ പ്രധാനമായി ചർച്ച ചെയ്തത്. മലപ്പുറത്തെ പ്രശ്നങ്ങൾ, പ്രധാനമായും കരിപ്പൂർ വിമാനത്താവളം, കുടിവെള്ളം, അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ, ഇവയൊന്നും ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയേ ഉണ്ടായില്ല. ഇക്കാരണങ്ങളാണ് പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാരണമെന്ന് വിലയിരുത്തുന്നു അജിംഷാദ്. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിൽ 73.75%. ഒരുപക്ഷെ പോളിംഗ് നിലയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടോട്ടിയിലാണോ? തീർച്ചയായും കൊണ്ടോട്ടി മണ്ഡലത്തിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊണ്ടോട്ടി മണ്ഡലം താരതമ്യേന LDF-ന് സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. ഇത് ഇടതുപക്ഷം കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും ഈ ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ, സഖാവ് EMS-ന്റെ ഒക്കെ നാടായ പെരിന്തൽമണ്ണയിലും വലിയ പോളിംഗ് ശതമാനമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ, മങ്കട മണ്ഡലങ്ങളിൽ ചെറിയ വ്യത്യാസത്തിനാണ് മണ്ഡലം LDF-ന് നഷ്ടമാവുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷകൾ LDF-ന് നൽകുന്നതാണ് നിലവിലെ പോളിംഗ് ശതമാനം. അജിംഷാദ്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ഈ മാസം 17-നാണ് വോട്ടെണ്ണുക എന്നുള്ളത് കൂടിയുണ്ട്. വിജയപ്രതീക്ഷ പങ്കുവച്ച് മുന്നണി സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് സ്കൂളിൽ വോട്ട് ചെയ്തു. MB ഫൈസൽ ബൂത്ത് സന്ദർശനം നടത്തി മണ്ഡലത്തിൽ സജീവമായിരുന്നു. മണ്ഡലത്തിൽ വോട്ടില്ലാതിരുന്ന LDF സ്ഥാനാർത്ഥി MB ഫൈസൽ രാവിലെ മുതൽ ബൂത്ത് സന്ദർശനത്തിൽ മുഴുകി. മതനിരപേക്ഷതയും വികസനവും ആഗ്രഹിക്കുന്ന ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്ന് ഫൈസൽ പറഞ്ഞു. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനനുകൂലമായ ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ പെരിന്തൽമണ്ണ ഖാദർമുല്ല AUP സ്കൂളിലും CPIM ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ എരവിപുരം വള്ളുവനാട് വിദ്യാഭവൻ സ്കൂളിലും വോട്ട് ചെയ്തു. T ശിവദാസ മേനോൻ, TK ഹംസ എന്നിവർ മഞ്ചേരിയിൽ വോട്ട് രേഖപ്പെടുത്തി. വലിയ വിജയം നേടുമെന്നായിരുന്നു വോട്ട് ചെയ്ത ശേഷമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. നല്ല ഭൂരിപക്ഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്ന് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഹൈദരലി ശിഹാബ് തങ്ങൾക്കൊപ്പം എത്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി പാണക്കാട് CKMM സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയത്. KPA മജീദ് പടപ്പറമ്പിലും ET മുഹമ്മദ് ബഷീർ MP വാഴക്കാടും വോട്ട് ചെയ്തു. കേന്ദ്ര സർക്കാരിനുള്ള അംഗീകാരമാകും വിധിയെന്ന് NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് പ്രതികരിച്ചു. പാണ്ടിക്കാട് സ്കൂളിലാണ് ശ്രീപ്രകാശ് വോട്ട് രേഖപ്പെടുത്തിയത്. കൂട്ടിയും കിഴിച്ചും ഇരുമുന്നണികൾക്ക് മുന്നിലുള്ളത് ഇനി 4 ദിവസം. അവകാശപ്പെടുന്ന വിജയം ആർക്കൊപ്പമെന്ന് 17-ന് ഉച്ചയോടെ അറിയാം. മലപ്പുറത്ത് നിന്നും AK ലതീഷ്. മലപ്പുറത്ത് മാറ്റം പ്രകടമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. LDF മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും കോടിയേരി പറഞ്ഞു. LDF തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം കാഴ്ചവെക്കും. നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്താൻ LDF-ന് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഒന്നുമില്ലാത്ത വിധത്തിൽ LDF-ന് അനുകൂലമായ ഒരു മാറ്റം അവിടെ പ്രകടമായി കാണുന്നുണ്ട്.
കാനം രാജേന്ദ്രനെതിരെ വിമർശനവുമായി ഇ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള കുത്തുവാക്കുകൾ മുന്നണി മര്യാദയുടെ ലംഘനമെന്നും കാനത്തിന്റെ വിമർശനം എല്ലാ സീമകളും ലംഘിക്കുന്നതാണെന്നും ഇ പി ജയരാജൻ കുറിച്ചു. LDFന്റെ മേലാവിയായി കാനത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പ്രസ്താവനകളിലൂടെ ചാമ്പ്യൻഷിപ്പ് നേടാൻ ശ്രമിക്കുന്നത് നല്ല രാഷ്ട്രീയമല്ല. കാനത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന അജണ്ട എന്താണെന്ന് CPI വ്യക്തമാക്കണമെന്നും ഷാജഹാന്റെ അട്ടിമറിപ്പണിക്ക് കാനം എന്തിനാണ് ചൂട്ടുപിടിക്കുന്നതെന്നും EP തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നടപടി നാട്ടുകാർ തടഞ്ഞു. സംഘർഷത്തെ തുടർന്ന് ഒരാൾ അറസ്റ്റിലായി. ആവശ്യപ്പെട്ടാൽ പോലീസ് സംരക്ഷണം നൽകുമെന്ന് ഇടുക്കി SP പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, എന്തായിരുന്നു സംഭവം? രാവിലെ 11 മണിയോടെയാണ് ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉടലെടുത്തത്. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഭൂസംരക്ഷണ സേന അംഗങ്ങളെ നാട്ടുകാർ തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. തുടർന്ന് സ്ഥലത്തെത്തിയ ദേവികുളം സബ് കളക്ടർക്ക് നേരെ നാട്ടുകാർ അസഭ്യവർഷം നടത്തി. CPIM നേതാക്കൾ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് സംഘർഷത്തിന് അയവുണ്ടായത്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നില്ല. റവന്യൂ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ദേവികുളം സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അഡീഷണൽ മജിസ്ട്രേറ്റ് പദവിയിലുള്ള സബ് കളക്ടറെ അപമാനിക്കും വിധം പെരുമാറിയ ദേവികുളം സ്റ്റേഷനിലെ ഗ്രേഡ് SIക്കെതിരെ നടപടിക്കും കളക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേസമയം കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് KB വേണുഗോപാൽ വ്യക്തമാക്കി. കളക്ടറോട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഏത് സംഭവത്തിന് പോയാലും പോലീസിനെ അറിയിക്കണം, പോലീസിനെ കൊണ്ടുപോകണം. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതെ നോക്കണം. അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ പോലീസിനെ അറിയിച്ച് പോലീസിന്റെ സഹായം തോടുകൂടി തന്നെയാണ് പോകേണ്ടതെന്നാണ് ഞങ്ങളും പറയുന്നത്. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണണമെന്നതാണ് സർക്കാരിന്റെ നയമെന്ന് CPIM നേതാക്കൾ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. പ്രസ്തുത സ്ഥലത്തെ കയ്യേറ്റം CPIM പ്രവർത്തകർ തന്നെ പൊളിച്ചു നീക്കി കൊടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നിലമ്പൂർ MLA PV അൻവറിനെ അപകീർത്തിപ്പെടുത്തും വിധം താൻ പ്രസംഗിച്ചതായുള്ള TV ചാനലിന്റെ ആരോപണം സത്യവുമായി ബന്ധമില്ലാത്തതാണെന്ന് മന്ത്രി G സുധാകരൻ പറഞ്ഞു. മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് യോഗത്തിലെ പ്രസംഗം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് TV ചാനൽ ചെയ്തതെന്നും മന്ത്രി സുധാകരൻ പറഞ്ഞു. 3-4 ദിവസം മുമ്പ് അൻവറിനെ പറ്റി ഒരു റിപ്പോർട്ട് വന്നു. അത് അദ്ദേഹത്തിന് അവിടെ പ്രാദേശികമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നൊക്കെ റിപ്പോർട്ടിന്റെ കൂട്ടത്തിൽ ഞാനവിടെ ഇലക്ഷൻ കാലത്ത് പ്രസംഗിച്ച അതിന്റെ പേര് ഞാൻ പറഞ്ഞ പേരൊന്നും പറഞ്ഞില്ല. ഞാൻ ഇലക്ഷൻ കാലത്ത് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് അൻവറിനെ പറ്റി വിമർശനം പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഞാൻ അൻവറിനെ പറ്റി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, എതിരായിട്ട് പറഞ്ഞത് മാത്രമല്ല, 40 വർഷമായി ആര്യാടൻ മുഖത്ത് കൈവശം വെച്ചുകൊണ്ടിരുന്ന സീറ്റ് പിടിച്ചെടുത്തെന്നാണ് അവിടെ എല്ലാം പ്രസംഗിച്ചത്. ഇത് അബ്ദുൾ റഹ്മാനെ പറ്റി പറഞ്ഞു. 35 വർഷമായി താനൂർ ലീഗിന്റെ ആയിരുന്നു. ഇതവിടെ എല്ലാം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ പ്രാദേശികമായി എന്തോ തർക്കമുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിനകത്ത് ഇത് കയറ്റിയിരിക്കുകയാണ്. അവിടെ അൻവറിന്റെ പേര് ഞാൻ പറയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സംഭവമില്ല. അൻവർ ഏറ്റവും നല്ല MLA ആണ്. അത് അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിനെതിരെ യാതൊരു പരാമർശമൊന്നും നടത്തിയിട്ടില്ല. ഞാൻ വേറൊരു സ്ഥലത്ത് നടത്തിയ, അതായത് ചില ആളുകൾ നിയമസഭയിൽ ചെന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭൂമിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞത് വേറൊരു ആളെ പറ്റിയാണ്. ഞാൻ അത് അദ്ദേഹത്തെ പറ്റിയല്ല. ജിഷ്ണു കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. കേസിലെ പോലീസ് കണ്ടെത്തലുകൾ കോടതി തള്ളിയത് സർക്കാർ ചോദ്യം ചെയ്യും. ജിഷ്ണുവിന് നീതി കിട്ടിയെന്നും സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും ജിഷ്ണുവിന്റെ അമ്മ മഹിജ പറഞ്ഞു. ആശുപത്രി വിട്ട ജിഷ്ണുവിന്റെ കുടുംബം നാട്ടിലെത്തി. ജിഷ്ണു പ്രണോയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പ്രതികൾക്ക് കൂടി കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടും. കേസിലെ പോലീസ് കണ്ടെത്തലുകൾ കോടതി തള്ളിയാണ് കഴിഞ്ഞ ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്ന അധ്യാപകനായ CP പ്രവീണിനും പരീക്ഷാ ചുമതലയുള്ള ഡിബിനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പോലീസ് കണ്ടെത്തലുകൾ തള്ളിയതും സർക്കാർ ചോദ്യം ചെയ്യും. പോലീസ് പിടികൂടിയ കേസിലെ 3ാം പ്രതിയായ വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേലിന്റെ ജാമ്യാപേക്ഷ റദ്ദാക്കണമെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെയെല്ലാം വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. നേരത്തെ നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസിന് ജാമ്യം നൽകിയതിനെ എതിർത്തും സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു.
അതിനിടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജിഷ്ണുവിന്റെ അമ്മ മഹിജയും ബന്ധു ശ്രീജിത്തും ആശുപത്രി വിട്ടു. ജിഷ്ണുവിന് നീതി കിട്ടിയെന്നും സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും ജിഷ്ണുവിന്റെ അമ്മ മഹിജ പറഞ്ഞു. സമാധാനവും ആശ്വാസമുള്ള വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയൊരു സമാധാനമായിട്ട് കാണുന്നു. കരാർ പൂർണ്ണമായും സർക്കാർ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ശ്രീജിത്തും പ്രതികരിച്ചു. ആശുപത്രി വിട്ട ശേഷം ജിഷ്ണുവിന്റെ കുടുംബം കവയിത്രി സുഗതകുമാരിയുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് അവർ നാട്ടിലേക്ക് മടങ്ങി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന സംഭവത്തിൽ നിഷ്പക്ഷമായി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. സത്യസന്ധമായ അന്വേഷണമാകും കേസിൽ നടക്കുകയെന്നും DGP തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ആ കാര്യങ്ങൾ അവരൊരു ഇപ്പോൾ ഒരു എൻക്വയറി ഉള്ള സമയത്ത് ഒരു പ്രീഎംപ്റ്റ് ചെയ്യേണ്ട, അവരൊരു കംപ്ലീറ്റ് ക്ലീൻ മൈൻഡിൽ ചെയ്യണം. അതാണ് ആക്ച്വലി പ്രൊഫഷണൽ കാര്യമാണ്. കാരണം അവർ പിന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എല്ലാവരുടെ ഈ കാര്യത്തിൽ എല്ലാവരുടെ, കാരണം ഒരു അഭിപ്രായ വ്യത്യാസമാക്കാൻ പാടില്ല. കറക്റ്റായിട്ട് പിന്നെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഡിസ്പെസുമായിട്ട് ക്ലീൻ സ്ലേറ്റിൽ എൻക്വയറി ചെയ്യണം. തെറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നടപടി ഉണ്ട്, അതിലൊരു സംശയമൊന്നുമില്ല. പോലീസിനെതിരെ കഴിഞ്ഞ ദിവസം കോടതി നടത്തിയത് വിധിയല്ല, നിരീക്ഷണമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സ്വാശ്രയ വിഷയത്തിൽ സർക്കാർ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. കോടതിയിൽ നിന്ന് ഈ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകൾ അവരെ നിയമാനുസൃതമായ നടപടിക്ക് വിധേയമാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത്തരം അറസ്റ്റ് ചെയ്ത നടപടി തന്നെ ശരിയല്ല. എന്തിനാണ് അങ്ങനെ അറസ്റ്റ് ചെയ്തെന്ന് പോലും കോടതി ചോദിക്കുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നത് ഗവൺമെൻറ് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണം തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തന്നെ ആ പ്രതികൾക്കുള്ള മുൻകൂർ ജാമ്യം നൽകിയതിനെ സുപ്രീം കോടതി വരെ പോയി ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായ ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യും. സംസ്ഥാനത്തെ ട്രഷറികളിൽ കറൻസി ഞെരുക്കം ഗുരുതരമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ബെവ്കോയുടെയും ലോട്ടറിയുടെയും വിറ്റുവരവ് പണമായി നേരിട്ട് ട്രഷറിയിൽ നിക്ഷേപിക്കാൻ സർക്കാർ തീരുമാനിച്ചു. 50 കോടി രൂപ ഇതിലൂടെ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. റിസർവ് ബാങ്ക് പ്രശ്നത്തെ ഗുരുതരമായി കാണുന്നില്ലെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ട്രഷറികളിൽ കറൻസി ഞെരുക്കം ഗുരുതരമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് ധനവകുപ്പ് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബിവറേജസ് കോർപ്പറേഷന്റെയും ലോട്ടറിയുടെയും വിറ്റുവരവ് പണമായി നേരിട്ട് ട്രഷറിയിൽ അടയ്ക്കാനാണ് തീരുമാനം. ഇതുവരെയും ബാങ്കിലായിരുന്നു പണം അടച്ചിരുന്നത്. 50 കോടി രൂപ ഇതിലൂടെ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് വ്യക്തമാക്കി. ആവശ്യപ്പെടുന്നതിൻ്റെ 1/3 മാത്രം കറൻസിയാണ് ലഭിക്കുന്നത്. ഇത് വെച്ച് ട്രഷറിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇന്നെടുത്തിരിക്കുന്ന തീരുമാനം ബിവറേജ് കോർപ്പറേഷൻ, ലോട്ടറി എന്നിവയുടെ ഓരോ ദിവസത്തെയും വിറ്റുവരുമാനം കാശായി ട്രഷറിയിൽ അടക്കാനാണ്. സുപ്രീം കോടതി വിധിയിലൂടെ ബെവ്കോയുടെ വരുമാനം കുറഞ്ഞതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ടെന്ന് ധനമന്ത്രി പറയുന്നു. ധനപ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണെങ്കിൽ സിവിൽ സപ്ലൈസിന്റെ വരുമാനവും നേരിട്ട് ട്രഷറിയിലേക്ക് അടയ്ക്കുന്ന രീതിയാക്കും. 223 ട്രഷറികളിലായി 174 കോടി രൂപയുടെ കറൻസിയാണ് ധനവകുപ്പ് ആവശ്യപ്പെട്ടത്. എന്നാൽ 51 കോടി രൂപ മാത്രമാണ് ഇന്ന് ലഭിച്ചത്. 53 ട്രഷറികളിലാകട്ടെ പണമൊന്നും ലഭിച്ചതുമില്ല. ആവശ്യപ്പെടുന്ന കറൻസിയുടെ 30% മാത്രമാണ് റിസർവ് ബാങ്ക് സംസ്ഥാനത്തിന് ദിനംപ്രതി കൈമാറുന്നത്. വിഷു, ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ഉത്സവ സമയത്ത് കറൻസി ഞെരുക്കം ക്ഷേമ പെൻഷൻകാരെയും ശമ്പളക്കാരെയും ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. മാനേജർ സുഭാഷ് വാസു, പ്രിൻസിപ്പൽ ഗണേഷ് എന്നിവർക്കാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പാകുന്നതുവരെ ഇരുവരെയും അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇരുവർക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. റേഷൻ കടകളിലൂടെ വിൽപ്പന നടത്തുന്ന മണ്ണെണ്ണയുടെ വില വർദ്ധിപ്പിച്ച് മലയാളികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഷു കൈനീട്ടം. വില വർധന സംബന്ധിച്ച കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. മാർച്ച് 31 പുറത്തിറങ്ങിയ ഉത്തരവിൻ്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. കഴിഞ്ഞ ജൂണിൽ മണ്ണെണ്ണ ലിറ്ററിന് 17 രൂപയായിരുന്നു വില. ഇപ്പോഴത് 21 രൂപയാണ്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം
പെട്രോൾ ഡീസൽ വിലവർധന മാതൃകയിൽ ഏപ്രിൽ മുതൽ പ്രതിമാസം 25 പൈസയുടെ വർധനവാണ് മണ്ണെണ്ണ വിലയിലുണ്ടാവുക. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ 25 പൈസ വീതമുള്ള വർധനവ് വരുത്തണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. വിലവർധനവ് അന്യായമാണെന്ന് ചൂണ്ടിക്കാട്ടി ഓൾ ഇന്ത്യ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ രംഗത്തെത്തി. മണ്ണെണ്ണയുടെ വില എല്ലാ മാസവും 25 പൈസ വീതം വർദ്ധിപ്പിച്ച് മണ്ണെണ്ണ പൂർണ്ണമായും സബ്സിഡി ഇല്ലാതാക്കി നിർത്തലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അതുപോലെ തന്നെ കേന്ദ്ര ബജറ്റിൽ പണം അനുവദിക്കാതെ പഞ്ചസാരയുടെ വിതരണം നിർത്തിവെക്കുന്നു, ആട്ട വിതരണം നിർത്തിവെക്കുന്നു, റേഷൻ ഭക്ഷ്യധാന്യത്തിൻ്റെ വിഹിതത്തിൽ കുറവ് വരുത്തുന്നു. നിലവിൽ റേഷൻ മേഖലയ്ക്ക് വേണ്ടി ബജറ്റിൽ പോലും തുക മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഈ വസ്തുത നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിനുള്ള 14.52 ലക്ഷം ലിറ്റർ മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ മണ്ണെണ്ണയുടെ വിലയിലും വർധനവ് വരുത്തിയിട്ടുള്ളത്. നിലവിൽ റേഷൻ മേഖലയ്ക്ക് വേണ്ടി ബജറ്റിൽ പോലും തുക മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഈ വസ്തുത നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിനുള്ള 14.52 ലക്ഷം ലിറ്റർ മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ മണ്ണെണ്ണയുടെ വിലയിലും വർധനവ് വരുത്തിയിട്ടുള്ളത്. ഈ നീക്കങ്ങൾ പൊതുവിതരണ സമ്പ്രദായത്തെ തകർക്കുകയാണെന്ന വാദം ബലപ്പെടുത്തുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ്. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കലാഭവൻ മണിയുടെ മരണം CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. 1 മാസത്തിനകം അന്വേഷണം ആരംഭിച്ച് അക്കാര്യം കോടതിയെ അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട്. മണിയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന CBIയുടെ നിലപാട് തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേസന്വേഷണം ഏറ്റെടുക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഉദ്യോഗസ്ഥരുടെ അഭാവം ചൂണ്ടിക്കാട്ടി നിരസിക്കാൻ CBIക്കാവില്ലെന്നും കോടതി വ്യക്തമാക്കി. മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ RLV രാമകൃഷ്ണൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. 1 മാസത്തിനകം അന്വേഷണം ഏറ്റെടുത്ത് ഹൈക്കോടതിയെ അറിയിക്കാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. അന്വേഷണം CBIക്ക് കൈമാറി സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചുവെങ്കിലും അന്വേഷണം ഏറ്റെടുക്കാൻ CBI തയ്യാറായിരുന്നില്ല. CBI അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടാണ് ഹൈക്കോടതിയിലും CBI ആവർത്തിച്ചത്. കരൾ രോഗമാണ് മരണകാരണമെന്നും ഇക്കാര്യത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം തൃപ്തികരമാണെന്നും CBI ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. എന്നാൽ ദുരൂഹത നീക്കാൻ CBI അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണം ഏറ്റെടുക്കാൻ CBIക്ക് നിർദ്ദേശം നൽകിയത്. കേസന്വേഷണം ഏറ്റെടുക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഉദ്യോഗസ്ഥരുടെ അഭാവം ചൂണ്ടിക്കാട്ടി നിരസിക്കാൻ CBIക്കാവില്ല. പ്രശസ്തനായ ഒരാളുടെ മരണത്തിന്റെ സത്യാവസ്ഥ അറിയേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ കീടനാശിനിയുടെയും മീഥൈൽ ആൽക്കഹോളിന്റെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതി ഉയർന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായ കേതൽ ജിൻസൺ രാജയെ തന്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധു ലളിതയെയും കൊലപ്പെടുത്തിയത് ആസൂത്രിതമായിട്ടാണെന്ന് പോലീസിന് തെളിവ് ലഭിച്ചു. കൊലപാതകം ചെയ്ത ശേഷം മൃതദേഹങ്ങൾ കത്തിക്കാനായി പെട്രോൾ വാങ്ങിയത് തിരുവനന്തപുരം നഗരത്തിലെ സിവിൽ സപ്ലൈസിന്റെ പമ്പിൽ നിന്നാണെന്നും കേതൽ മൊഴി നൽകി. അതേസമയം കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കേതലിനെ ഈ മാസം 20 വരെ കസ്റ്റഡിയിൽ വിട്ടു. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായ കേതലിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ കേതൽ നടത്തിയത്. കേതൽ ജിൻസൺ രാജ തന്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധു ലളിതയെയും കൊലപ്പെടുത്തിയത് ആസൂത്രിതമായാണെന്നതിന് തെളിവ് പോലീസിന് ലഭിച്ചു. കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹങ്ങൾ കത്തിക്കാനായി കേതൽ പെട്രോൾ വാങ്ങിയത് തിരുവനന്തപുരം കവടിയാറുള്ള സിവിൽ സപ്ലൈസിന്റെ പമ്പിൽ നിന്നാണ്. ഹർത്താൽ ദിനമായ 6/4/2017 നഗരത്തിലെ മറ്റു പമ്പുകൾ തുറക്കാത്തതിനാലാണ് പെട്രോൾ വാങ്ങാൻ ക്യാനുമായി കവടിയാറിലെ പമ്പിലെത്തിയെന്നും കേതൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കേതൽ അന്നേ ദിവസം പെട്രോൾ വാങ്ങി മടങ്ങുന്നത് തെളിയിക്കാനായി പോലീസ് പമ്പിലെ CCTV ദൃശ്യം ശേഖരിച്ചിരിക്കുകയാണ്. കൊല നടത്താനുള്ള മഴു പ്രതി വാങ്ങിയത് ഫ്ലിപ്കാർട്ട് എന്ന ഓൺലൈൻ സൈറ്റ് വഴിയാണ്. ഇതിനായി കേതൽ തന്റെ അക്കൗണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചു. ഇതിന്റെ തെളിവ് ലഭിക്കുന്നതിനായി ഫ്ലിപ്കാർട്ടിന്റെ പ്രാദേശിക ഓഫീസിലെ ഡെസ്പാച്ച് രജിസ്റ്റർ ഹാജരാക്കാൻ ബന്ധപ്പെട്ടവർക്ക് പോലീസ് കത്ത് നൽകും. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴിയുമായിരിക്കും നിർണായകമാവുക. പ്രതി ഉപയോഗിച്ച കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുറന്നു പരിശോധിക്കുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നും പ്രതി ഒളിവിൽ താമസിച്ച ചെന്നൈയിൽ പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണമെന്നും പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ മാനസിക രോഗ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. 14 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി ഈ മാസം 20 വരെ കേതലിനെ കസ്റ്റഡിയിൽ വിട്ടു. 8 ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ കേതലിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയനാക്കും. സുനിൽ അനുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ കേതൽ ജിൻസിന് നേരത്തെ തന്നെ സ്കിസോഫ്രാനിയ എന്ന കടുത്ത മാനസിക രോഗം പ്രകടമായിരിക്കാമെന്ന് മാനസികാരോഗ്യ വിദഗ്ധരുടെ നിഗമനം. മാനസിക രോഗം പുറത്തറിഞ്ഞാൽ അത് തങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ബാധിക്കുമെന്ന് കരുതി രക്ഷിതാക്കൾ രോഗവിവരം മറച്ചുവെച്ചുവെന്നും
ഡോക്ടർമാർ വിലയിരുത്തുന്നു. അതേസമയം കേതലിന്റെ ചാത്തൻ സേവാ ചിന്തകൾക്കും പ്രവർത്തികൾക്കും മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് കേതൽ നൽകിയ മൊഴി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നന്തങ്കോട് ക്ലിഫ് ഹൗസിനു സമീപം ബെയിൻസ് കോമ്പൗണ്ടിൽ 117 നമ്പർ വീട്ടിൽ നിഗൂഢതകൾ ഉണ്ടായിരുന്നുവെങ്കിലും വീട്ടുകാരായ ഡോക്ടർ ജീൻ പത്മയും റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ എ രാജതങ്കവും തങ്ങളുടെ മക്കൾക്ക് സ്നേഹം വാരിക്കോരിയാണ് നൽകിയിരുന്നത്. മക്കളായ ഡോക്ടർ കരോളിനും കേഡൽ ജിൻസനും ഇത് ആവോളം അനുഭവിക്കുകയും ചെയ്തുവെന്നത് ബന്ധുക്കൾ തന്നെ പറയുന്നു. പപ്പയും മമ്മിയും മക്കളുടെ ഇഷ്ടത്തിന് എതിര് നിന്നിട്ടില്ല. കരോളിനെ അവർ ലക്ഷ്യത്തിലെത്തിച്ചു. പക്ഷേ കേഡൽ ജിൻസന്റെ കാര്യത്തിൽ അത് നടന്നില്ല. ജിൻസനെ ഡോക്ടറാക്കാൻ ജീൻ പത്മ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ 1 വർഷം മെഡിക്കൽ പഠനം നടത്തി പിന്നീട് അതിന് ഗുഡ് ബൈ പറഞ്ഞ ജിൻസൺ അപ്പോഴേ വേറിട്ട ചിന്തകൾക്കും തുടക്കമിട്ടിരുന്നു. പള്ളിയിൽ കൃത്യമായി പോയിരുന്ന കേതൽ ബൈബിളിലെ നല്ല കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ തന്റെ മനസ്സ് സാത്താനായി മാറ്റിവെച്ചു. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ജീൻ പത്മയും രാജതങ്കവും മകന്റെ ഏകാന്തതയും ഒതുങ്ങിക്കൂടിയുള്ള ജീവിത രീതിയും മുറിക്കുള്ളിൽ കമ്പ്യൂട്ടറിന് മുന്നിലെ മണിക്കൂറുകളോളമുള്ള പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവത്തിന്റെ സൃഷ്ടാവായി കേതൽ മാറാൻ കാരണം. കേതലിന്റെ ചാത്തൻ സേവയും ആസ്ട്രൽ പ്രൊജക്ഷനും അടക്കമുള്ള വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് മൊഴിയെടുക്കലിൽ പങ്കാളിയായ മനഃശാസ്ത്ര വിദഗ്ധൻ കേഡലിന്റെ പ്രശ്നം മാനസിക രോഗമാണെന്ന നിഗമനത്തിൽ എത്തിയത്. കീസോഫ്രീനിയ എന്ന കടുത്ത മാനസിക രോഗത്തിന് നേരത്തെ തന്നെ കേതൽ ഉടമയായിരുന്നു. തന്റെ മകന്റെ മാനസിക വൈകല്യം കാർഡിയോളജിസ്റ്റ് കൂടിയായ ജീൻ പത്മ മറച്ചുവെച്ചു. റിസർച്ച് ഗൈഡ് കൂടിയായ അച്ഛനും ഇതിന് കൂട്ടുനിന്നു. ബന്ധുക്കളോ നാട്ടുകാരോ കേതലിന് മാനസിക രോഗമാണെന്നറിഞ്ഞാൽ അത് തങ്ങളുടെ സ്റ്റാറ്റസിന് കോട്ടം തട്ടുമെന്നും ഇവർ കരുതിയിരുന്നു. ഒരുപക്ഷെ രോഗം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കേതലിനെ ചികിത്സിച്ചിരുന്നുവെങ്കിൽ രോഗം ഭേദമാകുമായിരുന്നുവെന്നും മെഡിക്കൽ കോളേജിലെ മാനസിക രോഗ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം തന്നിലെ ചിത്തരോഗിയാണ് ഈ അരുംകൊലയ്ക്ക് പിന്നിലെന്ന് പറഞ്ഞ് നിയമത്തിന്റെ മുന്നിൽ നിന്ന് കേഡൽ രക്ഷപ്പെടുമോ എന്ന ആശങ്കയിലാണ് ബന്ധുക്കളും നാട്ടുകാരും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഡംബരക്കാറും 29 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളും മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ കുറ്റക്കാരനെന്ന കോടതി. ഭവനഭേദനം, മോഷണം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 2 ബണ്ടി ചോറിന് മേൽ ചുമത്തിയത്. ബണ്ടി ചോറിനെ സ്ഥിരം കുറ്റവാളിയായി പരിഗണിച്ച് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കേസിൽ അടുത്ത മാസം 22 കോടതി വീണ്ടും വാദം കേൾക്കും. പട്ടം പ്ലാമൂട്ടിലെ വേണുഗോപാലൻ നായരുടെ വീട്ടിൽ നിന്ന് മിത്സുബിഷി ഔട്ട്ലാൻഡർ കാറും ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങി 29 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളും മോഷ്ടിച്ച കേസിലാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത്. ഭവനഭേദനം, മോഷണം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 2 ബണ്ടി ചോറിനുമേൽ ചുമത്തിയത്. അതേസമയം പ്രതി മോഷണം ശീലമാക്കിയവനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് സെഷൻസ് ജഡ്ജ് പി കൃഷ്ണകുമാർ വിലയിരുത്തി. എന്നാൽ രാജ്യത്ത് മറ്റ് പലയിടങ്ങളിലും 300ഓളം മോഷണക്കേസുകളിൽ പ്രതിയായ ബണ്ടി ചോർ സ്ഥിരം കുറ്റവാളിയാണെന്നും ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പള്ളിച്ചൽ പ്രമോദ് വാദിച്ചു. തുടർന്ന് കേസ് വീണ്ടും വാദം കേൾക്കുന്നതിനായി മെയ് 22ലേക്ക് മാറ്റി. 2013 ജനുവരി 20-നാണ് കേസിനാസ്പദമായ സംഭവം. മോഷണം നടന്ന വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷ്ടാവ് ബണ്ടി ചോറാണെന്ന് കണ്ടെത്തിയത്. മോഷണശേഷം മുങ്ങിയ ബണ്ടി ചോറിനെ പിന്നീട് പൂനെയിൽ നിന്നാണ് പിടികൂടിയത്. 4 വർഷമായി പൂജപ്പുര ജയിലിലാണ് ബണ്ടി ചോർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മംഗളം ഫോൺ കെണി കേസിൽ CEO അജിത് കുമാറിന്റെയും റിപ്പോർട്ടർ S ജയചന്ദ്രന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഫോൺ സംഭാഷണം പെൺകുട്ടിയുടെ സംഭാഷണമില്ലാതെ എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്ത ചാനലിന്റെ നടപടി ദുരുദ്ദേശപരമാണെന്ന് കോടതി വിലയിരുത്തി. 3, 4, 5 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ചാനൽ ചെയർമാൻ, അവതാരക എന്നിവരുൾപ്പെടെ 3 പേർക്ക് മുൻകൂർ ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. ചാനൽ CEO അജിത് കുമാറിന്റെയും റിപ്പോർട്ടർ S ജയചന്ദ്രന്റെയും ജാമ്യഹർജി തള്ളിയ കോടതി ചാനലിന്റെ നടപടിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. സംഭാഷണം എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്ത ചാനലിന്റെ നടപടി ദുരുദ്ദേശപരമാണെന്ന് കോടതി വിമർശിച്ചു. പെൺകുട്ടിയുടെ സംഭാഷണം മറച്ചുവെച്ച് സംപ്രേഷണം ചെയ്ത നടപടി ന്യായീകരിക്കാനാവില്ല. വാർത്തയിൽ പെൺകുട്ടിയുടെയും സംഭാഷണം അവിഭാജ്യ ഘടകമായിരുന്നുവെന്ന് കോടതി വിലയിരുത്തി. 1-ാം പ്രതിയുടെ നിർദ്ദേശപ്രകാരമാണ് സംഭാഷണം വെട്ടിച്ചുരുക്കിയതെന്ന് വീഡിയോ എഡിറ്റർ തെളിവ് നൽകിയിട്ടുണ്ട്. ഇതോടെ 1-ാം പ്രതിയുടെ പങ്ക് വ്യക്തമാവുകയാണ്. മാത്രവുമല്ല, തെളിവ് ശേഖരണം പൂർത്തിയായിട്ടില്ല. ലാപ്ടോപ്പും പെൻഡ്രൈവും മോഷണം പോയെന്ന വാദം വിശ്വസനീയമല്ലെന്നും കോടതി പറഞ്ഞു. എഡിറ്റ് ചെയ്യാത്ത ഫോൺ റെക്കോർഡ് കണ്ടെത്തേണ്ടത് കേസന്വേഷണത്തിൽ അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ 1ഉം 2ഉം പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. 3, 4, 5 പ്രതികളായ MB സന്തോഷ്, SV പ്രദീപ്, ഫിറോസ് സാലി മുഹമ്മദ് എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. 50,000 രൂപ വീതം പ്രതികൾ കെട്ടിവെക്കണം. ചാനൽ ചെയർമാൻ, അവതാരക എന്നിവരുൾപ്പെടെ 3 പേർക്ക് കോടതി മുൻകൂർ ജാമ്യവും അനുവദിച്ചു.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. UDFന് ഭരണം നഷ്ടമായി. അധ്യക്ഷ സ്ഥാനം വീതം വയ്ക്കുന്നതിനെ ചൊല്ലി UDFിലെ അനൈക്യമാണ് ഭരണം നഷ്ടപ്പെടാനിടയാക്കിയത്. 13-അംഗ ബ്ലോക്ക് പഞ്ചായത്തിൽ UDF 6, LDF 6, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. സ്വതന്ത്രന്റെ പിന്തുണയോടെയായിരുന്നു ഇതുവരെയുള്ള UDF ഭരണം. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കൊടുവിൽ വോട്ടിനിട്ടപ്പോൾ UDFിലെ അന്നമ്മ രാജു മാത്രമാണ് പങ്കെടുത്തത്. UDFിലെ അനൈക്യത്തിനെതിരെ പ്രതികരിച്ച അന്നമ്മ രാജുവും LDFിൻ്റെ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു. അതോടെ 7 വോട്ടുകളുടെ അവിശ്വാസം പാസ്സാവുകയായിരുന്നു. മറ്റു UDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തമിഴ്നാട്ടിലെ സേലത്തുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. കോട്ടയം ഏന്തയാർ സ്വദേശികളായ കൊല്ലംപറമ്പിൽ ബിനു 42, മാതാവ് വത്സമ്മ 70, സുഹൃത്ത് കൈപ്പടക്കുന്നേൽ ജോൺസൺ 21 എന്നിവരാണ് മരിച്ചത്. ധർമ്മപുരിക്ക് 25 കിലോമീറ്റർ അകലെയായിരുന്നു അപകടം. ഡ്രൈവ് ചെയ്തയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പ്രാഥമികമായ വിലയിരുത്തൽ. ബിനുവിൻ്റെ മാതൃ സഹോദരൻ്റെ വീട്ടിൽ പോയി മടങ്ങിവരവെയാണ് അപകടം. വാഹനത്തിൽ ബിനുവിൻ്റെ മകളടക്കം മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. ഇവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. മൃതദേഹങ്ങൾ ധർമ്മപുരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. കുൽഭൂഷൺ യാദവിന് വധശിക്ഷ വിധിച്ച വിഷയത്തിൽ ഇന്ത്യക്ക് മറുപടിയുമായി പാകിസ്ഥാൻ. എന്ത് നടപടിയും നേരിടാൻ തയ്യാറാകാമെന്ന് പാകിസ്ഥാൻ. അതേസമയം കുൽഭൂഷൺ യാദവിന് വധശിക്ഷ വിധിച്ച പാക് നടപടിയിൽ അമേരിക്കയിലെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉത്കണ്ഠ രേഖപ്പെടുത്തി. അതേസമയം വധശിക്ഷയ്ക്കെതിരെ പ്രസ്താവന തയ്യാറാക്കാൻ ശശി തരൂരിന്റെ സഹായം തേടിയെന്ന വാർത്തകൾ സുഷമ സ്വരാജ് തള്ളി. കുൽഭൂഷൺ ജാദവിനെ ചാരനെന്ന് മുദ്രകുത്തി വധിക്കാനുള്ള പാകിസ്ഥാൻ നീക്കത്തിനെതിരെ രാജ്യാന്തര തലത്തിൽ പ്രതിഷേധമുയർത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. വധശിക്ഷയിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി അമേരിക്കയുടെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുണ്ട്. ദക്ഷിണേഷ്യൻ നയതന്ത്ര ബന്ധങ്ങൾ പരിശോധിക്കുന്ന അമേരിക്കൻ മുൻ ഉദ്യോഗസ്ഥരായ അലേഷ്യ സൈറസ്, ഭരത് ഗോപാൽ സ്വാമി എന്നിവർ പാകിസ്ഥാൻ നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി. ജാദവിനെതിരായി ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ വിശ്വാസയോഗ്യമല്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ വധിച്ചതിനാലാകാം വേഗത്തിൽ വിചാരണ നടത്തി പാകിസ്ഥാൻ ഇന്ത്യൻ പൗരന്മാരെ കൊലപ്പെടുത്തുന്നതെന്നാണ് നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. കുൽഭൂഷന് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് അറിയിച്ചു. എന്നാൽ നിയമസഹായം നൽകാനുള്ള ഇന്ത്യൻ ശ്രമത്തെ പാകിസ്ഥാൻ തടയുന്നതിനെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. വധശിക്ഷ അപലപിക്കാനായി പ്രസ്താവന തയ്യാറാക്കാൻ കോൺഗ്രസ് MP ശശി തരൂരിന്റെ സഹായം തേടിയെന്ന വാർത്തകൾ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തള്ളിക്കളഞ്ഞു. അടിസ്ഥാനരഹിതമായ കെട്ടുകഥകളാണ് പുറത്തുവരുന്നത്. മിടുക്കരായ ഉദ്യോഗസ്ഥർ ഒപ്പമുണ്ടെന്നും സുഷമ സ്വരാജ് ട്വിറ്ററിലൂടെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIMന്റെ ജൈവ പച്ചക്കറി വിപണന മേളയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യവുമായി CPIMന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ചെയ്തത് ജില്ലാതല വിപണന മേള CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടീൽ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് CPIMന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി തുടങ്ങിയത്. വിളവെടുത്ത പച്ചക്കറി ഉൽപ്പന്നങ്ങളും മറ്റ് ജൈവ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിയാണ് കൊച്ചിയിൽ 2 ദിവസങ്ങളിലായി വിപണന മേളകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജേന്ദ്ര മൈതാനിയിൽ തുടങ്ങിയ ജൈവ പച്ചക്കറി വിപണന മേളയുടെ ജില്ലാതല ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഓണത്തിനും വിഷുവിനും മാത്രമാക്കാതെ വർഷം മുഴുവൻ ആവശ്യമായ ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമമാണ് ഇനി ഏറ്റെടുക്കേണ്ടതെന്ന് കോടിയേരി പറഞ്ഞു. ഓണത്തിനും വിഷുവിനും ജൈവ പച്ചക്കറി എന്നുള്ളതിൽ നിന്ന് മാറി ഒരു വർഷം മുഴുവൻ ജൈവ പച്ചക്കറി ആവശ്യമുള്ള ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ഇനി ഏർപ്പെടേണ്ടത്. ആ തരത്തിൽ ഈ പദ്ധതി കൂടുതൽ വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജൈവ പച്ചക്കറിയുടെ ആദ്യ വിൽപ്പനയും കോടിയേരി നിർവഹിച്ചു. GCDA ചെയർമാൻ CN മോഹനൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ KM സുധാകരൻ, M അനിൽകുമാർ, MC സുരേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 4 കോടിയോളം രൂപ വില വരുന്ന കുടിശ്ശിക ലഭിക്കാത്തതിൽ മനം നൊന്ത് മലയാളി വ്യവസായി ആത്മഹത്യ ചെയ്തു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കരാറു പണിക്കാരനായിരുന്ന മുരുകൻ ആചാരിയാണ് കുടിശ്ശിക കിട്ടാനുള്ള ഓഫീസിലെത്തി ഈ കടുംകൈ ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക്. വരൾച്ചാ ദുരിതാശ്വാസം തേടി ദില്ലിയിൽ തമിഴ്നാട് കർഷകർ നടത്തുന്ന സമരം 3 ആഴ്ച പിന്നിടുന്നു. സമരം നടത്തുന്ന കർഷകരെ അനുനയിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ വീണ്ടും കർഷകരുമായി ചർച്ച നടത്തും. സമരത്തിന് പിന്നിൽ സന്നദ്ധ സംഘടനകളുമായി സാമ്പത്തിക സഹായമുണ്ടെന്ന ആരോപണം സമരസമിതി നേതാക്കൾ തള്ളി.
വരൾച്ചയിൽ കൃഷി നശിച്ച് ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടിയുമായി ദില്ലിയിലെത്തിയ കർഷകർ ഇന്ന് ആവശ്യങ്ങൾ ദേഹത്തെഴുതിയാണ് പ്രതിഷേധിച്ചത്. വരൾച്ച ദുരിതാശ്വാസത്തിന് കേന്ദ്ര സർക്കാർ 60,000 കോടി രൂപ അനുവദിക്കുക, നദീ സംയോജനത്തിലൂടെ കർഷകർക്ക് വെള്ളമെത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തമിഴ്നാട് കർഷകരുടെ അനിശ്ചിതകാല സത്യാഗ്രഹം. 140 ஆண்டுகளுக்கு பிறகு இந்த ஆண்டுதான் கடுமையான வறட்சி. அதோட காவிரியிலும் தண்ணி வரல. தமிழகத்தில் சாவடி செய்த 1 கோடி ஏக்கர் இருந்த பயிரெல்லாம் தண்ணீர் இல்லாமல் அழிந்து விட்டது. വരൾച്ച ദുരിതാശ്വാസം തേടിയുള്ള തമിഴ്നാട് കർഷകരുടെ പ്രതിഷേധം 3 ആഴ്ച പിന്നിടുമ്പോൾ സമരം അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇന്നലെ കർഷകരുമായി കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടെങ്കിലും വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. പാർലമെന്റ് സമ്മേളനം ഇന്ന് കഴിയുന്ന സാഹചര്യത്തിൽ എംപിമാർ അനുനയ ശ്രമവുമായി എത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകും വരെ സമരം തുടരാനാണ് കർഷകരുടെ തീരുമാനം. ഇക്കാലയളവിലെ ഏറ്റവും വലിയ വരൾച്ചാ പ്രതിസന്ധിക്കാണ് ദക്ഷിണേന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. രൂക്ഷമായ വരൾച്ചാ പ്രതിസന്ധിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിനാണ് കർഷക പ്രതിഷേധം ജന്തർ മന്ദറിൽ സാക്ഷ്യം വഹിച്ചത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ദില്ലി. കല്ലറ ഒരുക്കി കാത്തിരുന്നിട്ടും എത്താത്ത മരണത്തെ സ്വയം വരിച്ച് ജോസഫ് വൈദ്യർ. അടിമാലി മുനിതണ്ടിൽ ജോസഫ് വൈദ്യനാണ് രോഗങ്ങൾ വേട്ടയാടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത്. മതത്തോടും പരമ്പരാഗത വിശ്വാസങ്ങളോടും താൽപര്യമില്ലാതിരുന്ന KJ ജോസഫ് കോനൂർ എന്ന ജോസഫ് വൈദ്യരാണ് വീടിനുള്ളിൽ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത്. പതിറ്റാണ്ടുകളായി അടിമാലി മുനിത്തണ്ടിയിൽ താമസിച്ചിരുന്ന ജോസഫ് വിശ്വാസപരമായ വിയോജിപ്പുകളുടെ പേരിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ നിന്നും അകന്ന് സ്വന്തം ശരീരം സംസ്കരിക്കാനുള്ള കല്ലറ പണിതീർത്ത് മരണത്തെ കാത്തിരിക്കുകയായിരുന്നു. തന്റെ മരണത്തിലും മൃതദേഹത്തിലും മതാചാരാനുഷ്ഠാനങ്ങൾ കടന്നുകൂടരുത് എന്ന ചിന്തയാണ് ജോസഫിനെ സ്വന്തം കല്ലറയൊരുക്കാൻ പ്രേരിപ്പിച്ചത്. നാട്ടുവൈദ്യം പഠിച്ച ജോസഫ് നാട്ടുകാർക്കെന്നും പ്രിയപ്പെട്ട വൈദ്യർ കൂടിയായിരുന്നു. രോഗത്താൽ അവശനായിരുന്ന ജോസഫ് വേദന സഹിക്കാനാവാതെ വന്നപ്പോഴാണ് ആത്മഹത്യ ചെയ്തത്. എല്ലാവരും വീട്ടിലെത്തണമെന്ന് സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഫോണിൽ ജോസഫ് അറിയിച്ചു. സത്യത്തിന്റെ വഴി എന്ന പുസ്തകം എഴുതിയ അദ്ദേഹം അവസാനം ഇങ്ങനെ കുറിച്ചു: എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. വീടിനോട് ചേർന്ന് ജോസഫ് ഒരുക്കിയിരുന്ന കല്ലറയിൽ തന്നെ അന്ത്യാഭിലാഷപ്രകാരം മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.